യൂട്യൂബ് ചാനലുകളിലെ കണ്ടന്റുകൾ സെൻസർ ചെയ്യണോ? തീർച്ചയായും സെൻസർ ചെയ്യണം. ആ സെൻസറിങ്ങിന്റെ ഭാഗമായിട്ടാണല്ലോ ഞാനിപ്പോൾ വന്നിരിക്കുന്നത്. നമ്മുടെ ഇന്ത്യ മഹാരാജ്യത്ത് ആൾക്കാരെ കുറിച്ച് എന്തിനെ കുറിച്ചും നമുക്ക് പറയാം. ആ പറഞ്ഞവനെ ഇങ്ങോട്ട് വിളിച്ചോണ്ടാ അടിച്ചവന്റെ കർണക്കുട്ടി ഞാൻ പൊട്ടിക്കും. യൂട്യൂബുകാരുള്ളത് കൊണ്ടാണ് പല പല മൂടി വെച്ച രഹസ്യങ്ങളും പല പല കള്ളത്തരങ്ങളും പലരുടെയും മുഖംമൂടികളൊക്കെ വലിച്ചു കീറപ്പെടുന്നത്. താൻ പറയുന്ന ഈ പുളുകേട്ട് കാത്തിരിക്കാൻ തന്നെ പോലെ എന്റെ അപ്സ്റ്റെയർ വേക്കന്റ് അല്ല. പക്ഷേ യൂട്യൂബിന് സെൻസർ ഇല്ല. സോ ഞങ്ങൾക്ക് എന്തും പറയാം. ഐ മീൻ ദ യൂട്യൂബേഴ്സ്. നമുക്ക് എന്തും പറയാം. എന്തും പറയാന്ന് വെച്ചാൽ ഏത് വാർത്തകളിലും ചുഴിഞ്ഞു ചുഴിഞ്ഞു പോകാം. ഇയാൾക്ക് എന്താണ് വയ്യേ? There should be always, കഴിഞ്ഞ ഇന്റർവ്യൂവിൽ പറഞ്ഞതുപോലെ തന്നെ, there should be always a quality in terms of your interview. What is the definition of quality? എന്താണ് ക്വാളിറ്റി? ഓപ്പോസിറ്റ് ഇരിക്കുന്ന ആളോട് റെസ്പെക്ട് ചെയ്ത് സംസാരിക്കുക. സന്തോഷായി, നല്ല സന്തോഷായി. ഷോയുടെ ഭാഗമായി കഴിഞ്ഞ പ്രാവശ്യമേ നിങ്ങൾ അവർ പറയുന്ന കാര്യങ്ങൾ കേൾക്കാൻ നിങ്ങളത് നിങ്ങൾ യൂട്യൂബ് എന്തെന്ന് അറിഞ്ഞൂടെ? ആദ്യം അത് പഠിച്ചിട്ട് വരൂ. എന്നാടാ നീ നന്നാവണേ? ശാരികയ്ക്ക് ശാരികയുടെ സ്റ്റൈൽ ഓക്കെ ആയിട്ട് തോന്നുന്നുണ്ട്. പക്ഷെ ശാരികയുടെ സ്റ്റൈൽ ഓക്കെ അല്ലാത്ത ഒരുപാട് ആൾക്കാരുണ്ട്. അത് എന്താണ് സെൻസർ ചെയ്യേണ്ടത്? കേൾക്കട്ടെ. അതായത് ഒരാളെ ഇമോഷണലി അബ്യൂസ് ചെയ്യുന്ന രീതിയിൽ സംസാരിക്കുക. അതായത് നമ്മുടെ ചാനലിലേക്ക് ഷോ നിർത്തണമെന്നാണ് താങ്കൾ ഉദ്ദേശിക്കുന്നത്? നിർത്തണമെന്നല്ല, ഒന്ന് സെൻസർ ചെയ്ത് മര്യാദക്കാക്കിയാൽ നന്നായിരിക്കും. ആൾക്കാരെ വിളിച്ചിട്ട് അവരെ ഇമോഷണലി ട്രോമറ്റൈസ് ചെയ്ത് പേടിപ്പിച്ച് അൺകംഫർട്ടബിൾ ആക്കി. What are you talking about, doctor? തോന്നിയസം കാണിച്ചിട്ട് പട്ടി വേണ്ടായിരുന്നു. എന്റെ പ്രോഗ്രാമിൽ ഒരു ക്വസ്റ്റ് പോലും ഇന്നേ അവർ ഇറങ്ങി പോയിട്ടില്ല. എന്തൊക്കെയാണ് നടക്കുന്നേ? എന്തൊക്കെയാ? വെരി വെൽക്കം. എന്താ ഹാപ്പിയാണ്, അവർ ഭയങ്കര ഹാപ്പിയാണ്. പ്രോഗ്രാം അടിപൊളി ഹിറ്റാണ്, റീച്ച് ആണ്. അല്ലല്ലോ, ശാരികയല്ലേ ശാരികയുടെ പ്രോഗ്രാമിൽ നിന്ന് ഇറങ്ങി പോകും. ഇറങ്ങി പോകും, അതൊക്കെ ഒക്കെ തിരിച്ചു കയറും. ശാരികയുടെ ഇന്റർവ്യൂവിന്റെ പർപ്പസ് എന്താ? ശാരിക ഇന്റർവ്യൂ ജനങ്ങളെ എന്റർടൈൻ ചെയ്യുക. ശാരികയുടെ പ്രോഗ്രാംസ് പോലെയുള്ള പ്രോഗ്രാം സെൻസർ ചെയ്യണം എന്ന് പറഞ്ഞാൽ ഏത് മാഷാണ് നിന്നെ പഠിക്കും? പ്രൊഫസർ ജോസഫ് അഞ്ചരക്കണ്ടി. പറഞ്ഞോളൂ, ധൈര്യമായിട്ട് പറഞ്ഞോളൂ. അതിനല്ലേ ഡോക്ടർ ഉദ്ദേശിക്കുന്നത് എന്റെ പ്രോഗ്രാംസ് ഒക്കെ സെൻസർ ചെയ്യണമെന്ന്. വേണം. എനിക്കറിയാൻ തന്നെ ചോദിക്കും, എന്ത് സുഖം ഇതിനകത്ത് കിട്ടുന്നത്? വന്നപ്പോ തുടങ്ങിയാണല്ലോ. ഇപ്പൊ ഞാൻ പറയുന്നതാണോ? അത് അവരുടെ ഷോയുടെ സെനാരിയോ ആണ്, പാറ്റേൺ ആണ്. അതുകൊണ്ടാണ് അവര് അങ്ങനെയുള്ള ആങ്കേഴ്സിനെ അവരെടുക്കുന്നത്. ഷോർട്സിന് അവരെ കൊണ്ട് പറ്റില്ല. ദേ കാൻ ഡു ദാറ്റ്. എന്നെ കൊണ്ട് മാത്രമേ പറ്റുള്ളൂ അത്. നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? വായിൽ പല്ലിട്ടായിരുന്നെങ്കിൽ അടിച്ച് പല്ല് പാകാച്ചിട്ടുണ്ടാക്കിയേ.